ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 15,000 റുപ്പീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളക്കാക്കി ഇടുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുക. നമുക്ക് നേരെ വീഡിയോ. സോ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, വിവോ T4X. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഒരിക്കലും ക്യാമറയ്ക്കൊക്കെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ Dimensity 7300 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. നിങ്ങൾക്ക് 4K വീഡിയോസിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഒരു കിട്ടില്ല ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 44 വാട്ട്സിൻ്റെ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 15 വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ക്യാമറ ക്വാളിറ്റിക്കൊക്കെ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ ഈ ഒരു എണ്ണൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 6+ 128GB ROM വേരിയൻറ്റ് 14,590 റുപ്പീസിനാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 13,840 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. ഒരു കിടിലൻ ക്യാമറ സ്മാർട്ട് ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് പോകും. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെതാണ്, ഇൻഫിനിക്സ് നോട്ട് 50S. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസിനൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 144 Hz ഫുൾ HD പ്ലസ് AMOLED 3D കർവ്ഡ് ഡിസ്പ്ലേക്കാണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ല ചോയ്സ് ആയിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ Dimensity 7300 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങളൊരു കിടിലെ ക്യാമറ സ്മാർട്ട് ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ മാറ്റുന്നതായിരിക്കും നല്ലത്. ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോണോ ഒക്കെ നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വിവോ T4X അതൊരു നല്ല ചോയ്സാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 45 വാട്ട്സിൻ്റെ ചാർജിംഗ് ആണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 15 വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും, നമ്മുടെ CMF Phone 1 ബൈ നത്തിങ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ചാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz ഫുൾ HD പ്ലസ് LTPS AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 2000 Hz പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ Dimensity 7300 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ട്സിൻ്റെ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബോക്സിനകത്ത് ചാർജർ ഇല്ല. അപ്പോൾ അതൊക്കെ വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വരും. അതും നമ്മുടെ CMF ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ നിന്നൊക്കെ പോയി വാങ്ങുക, എത്ര രൂപയാലും കൊടുത്ത് വാങ്ങുക. അപ്പം അതൊക്കെ വെച്ച് ഫോൺ ചാർജ് ചെയ്യും. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്. ആ ഒരു ബാക്ക് പാനൽ ചേഞ്ച് ചെയ്തു ഇഷ്ടമുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട് പോകാം. അപ്പം ഓരോ ദിവസം ഇറങ്ങിയിട്ടൊരു 3-4 എണ്ണം 5 വെച്ചിട്ട് ഓരോ ദിവസം മാറ്റിയൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കിടിലുമായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. ഓരോ പാനലിനും 2000 1500 രൂപ എന്തൊക്കെയാണ് കേട്ടോ. അപ്പം അതൊക്കെ വെച്ച് നോക്കി വാങ്ങുക. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 6+ 128GB ROM വേരിയൻറ്റ് 14,145 റുപ്പീസിനൊക്കെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 13,395 റുപ്പീസിനൊക്കെ വാങ്ങാവുന്നതാണ്. സോ ഈ ഒരു അണ്ടർ 15K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്, റിയൽമി P3 5G. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും നല്ലൊരു പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz Pro XDR AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen 4 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 45 വാട്ട്സിൻ്റെ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 15 വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IP6869 സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 6+ 128GB റോം വേരിയൻറ്റ് 16,999 റുപ്പീസിനൊക്കെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 16,249 റുപ്പീസിനൊക്കെ വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ X7 5G. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120Hzന്റെ 1.5K 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ചോയ്സാണ്. പിന്നെ ഇതുപോലത്തെ ഒരു കിടിലം ഡിസൈനിലേക്കാണ് വരുന്നത്. സോ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ Dimensity 7300 Ultra എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAhന്റെ ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 45 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് ആണ്. പിന്നെ ഇവിടെയും നിങ്ങൾക്ക് IP68 69 സർട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ LPDDR4Xും UFS 2.2 ഒക്കെയാണ് വരുന്നത്. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128GB റോം വേരിയൻറ്റ് 17,999 റുപ്പീസിനൊക്കെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് 17,249 റുപ്പീസിനൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ കുറവൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കുറവൊന്നുമല്ല. സോ നിങ്ങളുടെ ബഡ്ജറ്റ് ചിലപ്പോൾ ഒന്ന് കൂട്ടാൻ പറ്റുമെങ്കിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. സോ ഇതൊക്കെയാണ് 15,000 റുപ്പീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.